ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ അതിനെ കൊണ്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് മധുരക്കിഴങ്ങും അതുപോലെ തന്നെ പഴവും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട, 2-3 കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ശർക്കര പാനി ആക്കാൻ വേണ്ടിയിട്ട് ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരച്ച് ശർക്കരയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ, നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഒരു ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി. മധുരക്കിഴങ്ങ് മുഴുവനായിട്ട് ഞാനിവിടെ പീൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതിപ്പോൾ കളറ് മാറി വരും, അത് എനിക്ക് ഓർമ്മയില്ലേനു കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ശരിക്കും പീൽ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പഴം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ശർക്കര പാനി ഒന്ന് ഉരുക്കാൻ വെച്ചിന് കേട്ടോ. അതൊന്ന് ഉരുക്കി വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ പഴം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു അരമുറിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചതുക്കിയതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് നെയ്യ് മാത്രം മതിയാവും, കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. കുറേ നേരം വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ശർക്കര പാനി എടുക്കുന്ന സമയത്ത് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു ശർക്കര പാനി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. ശർക്കര പാനി ഒരുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ വെള്ളം വേണ്ട. അപ്പോൾ ഇത് വറ്റി കിട്ടാൻ പാടാവും. അപ്പോൾ ഇത് വറ്റി വരണം കേട്ടോ നല്ലോണം. അപ്പോൾ നല്ലോണം തന്നെ വറ്റി വരുന്നുണ്ട്. തേങ്ങയൊക്കെ വെന്ത് നല്ലോണം തന്നെ കുറച്ച് നൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പഴയല്ലേ ഇതിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം വെന്ത് വന്നോട്ടെ. വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പഴം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഒന്ന് ഉടച്ച് കൊടുക്കണം. ചെറുങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ വെന്ത് കഴിഞ്ഞാൽ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്കുള്ള മധുരക്കിഴങ്ങൊന്ന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ലോണം ഒന്ന് ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലോണം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സേമിയം കൊണ്ടൊക്കെ ചെയ്തിട്ടില്ലേ, അതുപോലെ ഉണ്ടാവും കേട്ടോ ഏകദേശം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ മുഴുവനും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ ആ ഒരു കൂട്ടില്ലേ, അത് നല്ലോണം തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ കളറ് മാറി വന്ന് കണ്ടില്ലേ, നമ്മൾ ഗ്രേറ്റ് ചെയ്തേമ്പാടും ഇതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കുക, നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ശർക്കര പാനി കുറവാന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ പിന്നെ നമ്മൾ പഴത്തിൻ്റെ മധുരമൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തത്.
ഇനി ഇതൊരു വാഴയില വെച്ചിട്ട് ഞാൻ കുറേശ്ശെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. വാഴയില ഒന്ന് വാട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഓരോന്ന് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടില്ലേ, ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമുക്ക് ആവശ്യമ്പിൽ ഇട്ട് വേവിച്ചെടുക്കട്ടോ. നല്ല ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാത്തവരോട് ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടില്ലേ, മധുരക്കിഴങ്ങിൻ്റെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മധുരക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം